ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഹെൽമെറ്റ്സിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, ഹെൽമെറ്റ്സ് മെയിൻലി രണ്ട് മോഡൽസിലാണ് വരുന്നത്. ഒന്ന് ഫുൾ ഫേസ് ഹെൽമെറ്റ്, മറ്റേത് ഹാഫ് ഫേസ് ഹെൽമെറ്റ്. ഫുൾ ഫേസ് ഹെൽമെറ്റ്സിൻ്റെയും ഹാഫ് ഫേസ് ഹെൽമെറ്റ്സിൻ്റെയും പല പല മോഡലുകളുടെ കാര്യങ്ങൾക്ക് ഞാൻ കടക്കുന്നില്ല. ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫുൾ ഫേസും ഹാഫ് ഫേസ് ഹെൽമെറ്റ്സിൻ്റെ പോസിറ്റീവും നെഗറ്റീവും ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ വിതൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം, ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. ആദ്യം തന്നെ ഞാൻ ചോദിച്ചോട്ടെ, നമ്മൾ എന്തിനാണ് ഹെൽമെറ്റ് ഇടുന്നത്? ഈ വീഡിയോ കാണുന്നതിലൊരു നിങ്ങളുടെ പരിചയത്തിൽ ഒന്നോ രണ്ടോ ആൾക്കാരെങ്കിലും കാണാണ്ടിരിക്കില്ല ഉത്തരം പറയാൻ പോകുന്നത് പോലീസുകാരെ പറ്റിക്കാനെന്ന്. അങ്ങനെ പറയുന്നത് മേ ബി അവരറിയില്ലായ്മ കാരണമായിരിക്കും, അല്ലെങ്കിൽ അവർ ടോട്ടൽ ഇഗ്നറൻസ് കാരണമായിരിക്കും. നമ്മളൊരു 2 വീലർ ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് വയ്ക്കുന്നത് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി തന്നെയാണ്. നമ്മുടെ കംഫർട്ട് ലെവലിന് ഏത് ഹെൽമെറ്റ് വേണമെന്നുള്ളതാണ് നമ്മൾ തീരുമാനിക്കുക. അതായത് ഓപ്പൺ ഫേസ് ഹെൽമെറ്റ് വേണോ അതോ ഫുൾ ഫേസ് ഹെൽമെറ്റ് വേണോ എന്നുള്ളതാണ്. ഫസ്റ്റ് നമുക്ക് കവറേജ് നോക്കാം. ഒരു ഫുൾ ഫേസ് ഹെൽമെറ്റ് നമുക്കറിയാം, നമ്മുടെ ഹെഡിൻ്റെ ഫുൾ ഭാഗം, അതായത് നമ്മുടെ ഹെഡ്, ഫേസ്, ചിന്നിൻ്റെ ഏരിയ ഇതൊക്കെ കവേർഡ് ആയിരിക്കും ഒരു ഫുൾ ഫേസ് ഹെൽമെറ്റിൽ. അതേസമയം ഒരു ഹാഫ് ഫേസ് ഹെൽമെറ്റ് ആകുമ്പോൾ കവറേജിൻ്റെ കാര്യത്തിൽ ചെറിയൊരു കോംപ്രമൈസ് വരും. ടോപ്പും ബാക്കും മാത്രമാണ് ഹാഫ് ഫേസിൽ കവർ ആവുന്നത്. അവിടെ നമ്മുടെ ഫേസും നമ്മുടെ ചിന്നും എക്സ്പോസ്ഡ് ആണ് ഹാഫ് ഫേസ് ഹെൽമെറ്റിൽ. അത് ചെറിയൊരു റിസ്ക് ഉള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇൻ കേസ് ഒരു ആക്സിഡൻറ്റോ ഫോളോ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമുക്ക് പ്രൊട്ടക്ഷൻ തരാൻ പോകുന്നത് ഒരു ഫുൾ ഫേസ് ഹെൽമെറ്റ് തന്നെയായിരിക്കും. പിന്നെ വരുന്നതാണ് കംഫർട്ട്. കംഫർട്ടിൻ്റെ കാര്യത്തിൽ എപ്പോഴും ഹാഫ് ഫേസ് ഹെൽമെറ്റ്സാണ് ഫ്രണ്ടിൽ നിൽക്കുക. കാരണം വിസിബിലിറ്റി നമുക്ക് കൂടുതലാണ്, നല്ലതുപോലെ കാറ്റ് കിട്ടും, നമ്മുടെ ഫ്രണ്ട് ഏരിയ എപ്പോഴും ഓപ്പൺ ആണ് എന്ന് കരുതി ഇന്ന് കിട്ടുന്ന ഫുൾ ഫേസ് ഹെൽമെറ്റുകൾ ഒട്ടും കംഫർട്ടബിൾ അല്ല എന്നല്ല കേട്ടോ. വെൻറ്റിലേഷനൊക്കെ നല്ലതുപോലെയുണ്ട്. ഈവൻ പാഡ്സ് ആണെങ്കിൽ കൂടി ബ്രീത്തബിൾ പാഡ്സ് ആണ് ഇന്നത്തെ ഫുൾ ഫേസ് ഹെൽമെറ്റ്സിലൊക്കെ വരുന്നത്. അതുകൊണ്ട് കംഫർട്ടിൻ്റെ കാര്യത്തിൽ ഒട്ടും കുറവ് തന്നെ പറയാനില്ല. പിന്നെ പറയാനുള്ള ഡ്രോബാക്ക് നമ്മുടെ ഹാഫ് ഫേസ് ഹെൽമെറ്റ്സിലുള്ളതാണ് ഔട്ട്ഡോർ നോയ്സ്. നമ്മൾ ഹെൽമെറ്റ് വെച്ച് വണ്ടി ഓടിച്ച് പോകുമ്പോൾ ഒരു 60 കിലോമീറ്റേഴ്സിന് മേലെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര നോയ്സ് ഡിസ്റ്റർബൻസ് ആയിരിക്കും. അതേസമയത്ത് ഒരു ഫുൾ ഫേസ് ഹെൽമെറ്റ് ആണെന്നുണ്ടെങ്കിൽ പുറത്ത് നോയ്സ് ബായങ്കര ഫിൽറ്റേർഡ് ആയിരിക്കും. നമുക്ക് ഈസിലി ഒരു 100-110 കിലോമീറ്റേഴ്സൊക്കെ സുഖമായിട്ട് വണ്ടി ഓടിച്ച് പോകാവുന്നതേ ഉള്ളൂ. പിന്നെ ഒബ്വിയസ്ലി നമുക്ക് വണ്ടി ട്രാക്കിൽ ഇറക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ ഹാഫ് ഫേസിൽ അത് നടക്കില്ല. ഫുൾ ഫേസ് ആണെങ്കിൽ കൂടിയും ക്ലിപ്പ് ലോക്ക് സിസ്റ്റം ഉള്ള ഹെൽമെറ്റുകൾ അവർ സമ്മതിക്കില്ല. ഡബിൾ ഡീറിംഗ് ഉള്ള ഹെൽമെറ്റുകൾ മാത്രമാണ് ട്രാക്കിൽ ഇറങ്ങാൻ അനുവാദമുള്ളൂ. ഞാനൊരു 3 to 4 ഇയേഴ്സായിട്ട് ഇപ്പോൾ കേൾക്കുന്നൊരു ഡിഫറൻസാണ് ഈ ക്ലിപ്പ് ലോക്കിൻ്റെയും ഡബിൾ ഡീറിങ്ങിൻ്റെയും വ്യത്യാസം. എല്ലാവരും പറയുന്നത് ഡബിൾ ഡീറിംഗ് ആണ് കുറച്ചുകൂടി സേഫർ എന്നതാണ്. പക്ഷേ ഒരു ബുദ്ധിമുട്ട് ഞാൻ കണ്ടത് ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ്. പക്ഷേ അല്ല, നമുക്കൊരു 1 to 2 ഡേയ്സിനുള്ളിൽ ഒന്ന് യൂസ് ടു ആവേണ്ട കാര്യമേ ഉള്ളൂ. നമ്മളൊരു ഹെൽമെറ്റ് വാങ്ങിക്കാൻ പോയാലും അവിടെ ഷോപ്പിൽ ഒരാൾ പറഞ്ഞു തരും, ഇത് പിൻ ലോക്കാണ്, ഇത് ക്ലിപ്പ് ലോക്കാണ്, ഇത് ഡബിൾ ഡീറിംഗ് ആണ്. പക്ഷെ എല്ലാവരും ഡബിൾ ഡീറിംഗ് ആണ് ഇപ്പോൾ പ്രിഫർ ചെയ്യുന്നത്. അത് ചെറിയൊരു പോയിൻ്റ് പറഞ്ഞത് മാത്രം. നിങ്ങൾ ഏതൊരു ഹെൽമെറ്റ് വാങ്ങിക്കുന്നതിന് മുന്നും നിങ്ങളുടെ കറക്റ്റ് സൈസ് നോക്കിയിട്ട് മേടിക്കുക. മേക്ക് ഷുവർ നിങ്ങൾ ലൂസ് ഹെൽമെറ്റ് അല്ല വാങ്ങിക്കുന്നുള്ളത്, കറക്റ്റ് സൈസ് നോക്കിയിട്ടുള്ള ഹെൽമെറ്റ് മേടിക്കാൻ നോക്കുക. എൻഡ് ഓഫ് ദി ഡേ അത് നമ്മുടെ ഡിസിഷനാണ്, നമുക്ക് ഫുൾ ഫേസ് ഹെൽമെറ്റാണോ ഹാഫ് ഫേസ് ഹെൽമെറ്റാണോ വേണ്ടതെന്നുള്ളത്. ആവുന്നതും എല്ലാവരും ഈ റോഡ് സൈഡിൽ കിട്ടുന്ന ഹെൽമെറ്റും, ഇപ്പോൾ ഇവിടെ ബാംഗ്ലൂർ ഈ ചട്ടി ഹെൽമെറ്റ് വരെ കിട്ടും, തൊപ്പി ഹെൽമെറ്റ്, അതൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക. അതുകൊണ്ട് ഹെൽമെറ്റിൻ്റെ ഒരു പേർപ്പസും നമുക്ക് സെർവ് ചെയ്യുന്നില്ല എന്നുള്ളത് മാത്രം. പോലീസുകാരെ പറ്റിക്കാം, അതല്ലാണ്ട് വേറൊരു ഗുണം ആ ഹെൽമെറ്റ് കൊണ്ടില്ല. ഹെൽമെറ്റ്, റൈഡിങ് ഗിയർ ഇതൊക്കെ നമ്മളെപ്പോഴും ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കാണുക, ഒരിക്കലും ഒരു എക്സ്പെൻസ് ആയിട്ട് തന്നെ കാണരുത്. നിങ്ങൾക്ക് 2 lakhs 3 lakhs കൊടുത്തൊരു ബൈക്ക് മേടിക്കാമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുറച്ച് തൗസൻഡ്സ് കൊടുത്തിട്ട് നല്ലൊരു ഹെൽമെറ്റ് വാങ്ങിക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയാം. നിങ്ങൾ പേഴ്സണലി ഏത് ഹെൽമെറ്റാണ് യൂസ് ചെയ്യുക എന്നുള്ളത് കമൻസിൽ എഴുതി അറിയിക്കുക. നമുക്കിപ്പോൾ ബൈക്ക് വാങ്ങിക്കുമ്പോൾ ഷോറൂമിൽ നിന്ന് ഒരു ഹെൽമെറ്റൊക്കെ തരും. ഹൈനസ് വാങ്ങിയപ്പോൾ തന്നെ എനിക്കൊരു ഹാഫ് ഫേസ് ഹെൽമെറ്റ് എനിക്ക് അവർ ഫ്രീ തന്നായിരുന്നു. അതേ സെയിം ഹെൽമെറ്റ് തന്നെയാണ് എൻ്റെ കസിൻ ബ്രദർ ഹോണ്ട ഡിയോ മേടിച്ചപ്പോൾ കിട്ടിയ ഹെൽമെറ്റും. അപ്പോൾ അതിൽ വലിയ കാര്യം വരുന്നില്ല. നമ്മൾ ലോങ് ഡിസ്റ്റൻസ് ഒക്കെ പോകുന്നുണ്ടെങ്കിൽ, അതിപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന 2 വീലർ ഏതാണെങ്കിലും കുഴപ്പമില്ല, ഒരു ഫുൾ ഫേസ് ഹെൽമെറ്റ് വാങ്ങി ഉപയോഗിച്ച് ശീലിക്കാം. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഹെൽമെറ്റിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. ആസ് ഓൾവേസ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻസിൽ എഴുതി അറിയിക്കാം. സോ ചൂസ് യുവർ ഹെൽമെറ്റ് വൈസ്ലി. ഇനിയൊരു വീഡിയോ കാണുന്നവരെ ടേക്ക് കെയർ. താങ്ക് യു ഫോർ വാച്ചിങ്. Bye.